വീണ്ടും ഞങ്ങൾക്ക് വലിയൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ അമ്മയും അച്ഛനെയും നോക്കാനായിട്ട് വരിക എന്ന് പറയുന്ന തീരുമാനം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം പുസ്തകപ്രസാദ് സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നടുക്ക് താമസിക്കാൻ തീരുമാനിച്ചത് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന് അമ്മയും അച്ഛനെയും നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം എന്നുള്ള നിലവാരത്തിൽ ആവശ്യമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും എല്ലാം പെറുക്കി കെട്ടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരികയും ഈ തിരുവനന്തപുരത്ത് വലിയൊരു വീടെടുത്ത് പ്രശാന്ത് നഗർ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് CDS ഒക്കെ നിൽക്കുന്ന ഒരു ജംഗ്ഷൻ, അവിടെയാണ് വീട് കിട്ടിയത്. ആദ്യം വീട് കിട്ടിയത് ഈ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലായിരുന്നു പോകുന്നത്, അതിനടുത്തൊരു കൊച്ചു വീടായിരുന്നു. ആ വീട്ടിൽ സ്ഥലമില്ല, കഷ്ടിച്ച്. അപ്പോൾ അവിടെ ഒരു 3-4 മാസം ഞങ്ങൾ ഈ വീട് മാറുന്നതിന് മുമ്പ് ഇവരോടൊത്ത് കഴിയുകയും മറ്റേ വീട് വിടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനത്തെ ഒരു വളരെ ഡിഫിക്കൽട്ടായ ഒരു കാലഘട്ടമായിരുന്നു. തൃശ്ശൂരെ വീടും വിട്ടിട്ടില്ല, ഇവിടേക്ക് എത്തിയിട്ടുമില്ല. പിന്നെ വലിയ വീട് കിട്ടി പ്രശാന്ത് നഗറിലേക്ക് മാറിയതിന് ശേഷമാണ് എല്ലാ സാധനമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് വീണ്ടും ഈ അമ്മയും അച്ഛനെയും നോക്കുക എന്ന് പറയുന്ന ഒരു പണിയും ഈ പുസ്തക പ്രസിദ്ധീകരണം ഒപ്പം. ഇത് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന കാരണം കൊണ്ട് DYFI ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ മാസിക എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അപ്പം അങ്ങനെ DYFI മാസിക എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിയും ഈ അതുവരെ തുടർന്നിരുന്ന എല്ലാ പ്രവൃത്തികളും കൂടെ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നുണ്ട്. അപ്പം അന്ന് തൊട്ട് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഗാഢമായി മാറുന്നു. ആ ഗാഢമായി മാറുന്ന ഒരു ഇതായിട്ട് വന്നപ്പോൾ അറിയപ്പെടുന്ന ഞാൻ ഈ മാസിക എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഴുത്തുകാരായ ആൾക്കാരെല്ലാം ആവശ്യമാണ്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായത് PO എന്ന പിള്ളയായിട്ട് വന്നു. അങ്ങനെ PO എന്ന പിള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു താത്വിക ആചാര്യനെ EMS കഴിഞ്ഞാൽ പിന്നെ സിദ്ധാന്തങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ചേർന്നാണ് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴി തുറന്ന് ഈ അസോസിയേഷനാണ്. അപ്പോൾ ഞാൻ DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി തുടങ്ങിയതോടെ സാഹിത്യകാരന്മാരെയൊക്കെ കാണേണ്ട ആവശ്യമായി. അങ്ങനെ തിരുവനന്തപുരത്തൊക്കെ തന്നെയുള്ള സാഹിത്യകാരന്മാരെ നേരിട്ട് പോയി കാണുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ അമ്മയും അച്ഛനെയും നോക്കുക എന്ന് പറയുന്ന പണിയും ചെയ്യുന്നുണ്ട്. കുഞ്ഞിനൊരു 5 വയസ്സോളം ആയി, അവൾ സ്കൂളിൽ വിടുന്ന. അപ്പോൾ അതൊരു ഇതുപോലൊരു ഒത്തിരി ചർച്ച ചെയ്യണം, എന്തൊരു സ്കൂളിൽ വിടണം. എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഏത് സ്കൂളിൽ വിടണം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കുന്നുണ്ട് സാധാരണ സ്കൂളിൽ വിട്ടാൽ മതി. അപ്പം മലയാളത്തിൽ പഠിച്ചാൽ മതി, മലയാളം മാതൃഭാഷ എന്ന് പറയുന്ന വലിയ ഒരു തീരുമാനമുണ്ട്. അപ്പം മലയാളം മീഡിയം പഠിച്ചാൽ മതി, മറ്റ് ഇതിൽ പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു യുക്തിക്കകത്തായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ വിടണം. അപ്പോൾ പട്ടത്തെ ആണ് അവിടെ ഞങ്ങൾ ജീവിച്ചതിനകത്ത് ഏറ്റവും അടുത്ത ഒരു ഗവൺമെൻറ് സ്കൂൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ കൂടെ ഈ പട്ടത്ത് ഗവൺമെൻറ് സ്കൂളിൻ്റെ ബസ് വരും. അത് കാരണം കൊണ്ട് അവളെ അവിടെ കൊണ്ടുപോയി പട്ടത്തെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത്. അപ്പോൾ അവളെ വൈകുന്നേരം പോയി വരിക, എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ വേണം. അപ്പോൾ ജയശ്രീയുടെ അമ്മയും അച്ഛനും കൂടെ ഉള്ളത് കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്ന അവരുടെ കാര്യവും അവർ നമ്മുടെ കൂടെ തന്നെ ആയി പോകുന്നുണ്ട്. ഒരു വർഷം ഈ ഇവിടെ താമസിക്കുന്ന സമയത്താണ് ഞാൻ അവിടുത്തെ ബ്രാഞ്ചിലൊക്കെ പ്രവർത്തിക്കുക. പക്ഷേ ഈ ബുദ്ധിജീവികളുടെ ലോകം മുഴുവനും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് CDS വളരെ തൊട്ടടുത്ത കാരണം കൊണ്ട് ഐസക്കുമായിട്ടുള്ള പരിചയം, അപ്പം ബേബിയായിട്ടുള്ള പരിചയത്തിനോടൊപ്പം ഐസക്ക് ഇന്ന് ധനമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ഐസക്കുമായിട്ടുള്ള ബന്ധം ഈ CDS ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്. അപ്പോൾ ഐസക്കിൻ്റെ പേരിലായിരുന്നു പുസ്തകങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം CDS ഒരു ഇതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോയ അവിടുത്തെ പല പഠിപ്പിക്കുന്നവർ KP കണ്ണന്, അതുപോലെ തന്നെ മോഹനം പിള്ള എന്ന് പറഞ്ഞ ഒരാൾ, ഇവരെല്ലാവരുമായിട്ട് പരിചയം ഉണ്ടാകും. CDSനകത്ത് ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും CDSൻ്റെ ഭാഗമായി മാറുന്ന തൊട്ടടുത്ത് തന്നെ ഞാൻ താമസിക്കും.
അപ്പോൾ അവിടോട്ട് പോവുകയും അവിടുത്തെ ഇത് സഹകരിക്കുന്ന അങ്ങനെ KN രാജനെയൊക്കെ നേരിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു വേറെ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായ ഒരു മേഖലയെ അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ മാസികയ്ക്ക് ആയിട്ട് പ്രസിദ്ധീകരണത്തിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത് കാരണം കൊണ്ട് ഈ എഴുത്തുകാരായിരിക്കുന്ന ആൾക്കാരെയെല്ലാം കാണുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നക്സലൈറ്റുകളായിരുന്ന വി രാജീവൻ, സച്ചിദാനന്ദൻ, ഇവരൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട് ഈ ഇതിനകത്ത് ലേഖനങ്ങളൊക്കെ എഴുതി തരിക എന്ന് പറയുന്നതൊക്കെ അവരെല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളും ആ തുടർച്ചയും വീണ്ടും രണ്ടാമത് പുനരാരംഭിക്കുന്നുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ പോയിട്ട് ഉണ്ടായ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനത്തിനകത്ത്. അപ്പം ഈ 3-4 മേഖലകളിലാണ് മനുഷ്യാവകാശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിനകത്തും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീ വിമോചന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്താണ് ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു ഡയലോഗ് അന്ന് ചിന്തയിലെ ഒരു ചോദ്യം ചോദിച്ചാൽ EMS മറുപടി തരും. അപ്പം EMS ശരിക്കും പറഞ്ഞാൽ EMSന് വളരെ വിശദമായ കത്തുകൾ അയക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഉണ്ടാക്കിയെടുത്ത് ആ ചോദ്യം ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് മറുപടി തരിക എന്ന് പറയുന്ന രീതിയും ചെയ്യുമായിരുന്നു. നേരിട്ട് പലപ്പോഴും എഴുതി തന്നിരുന്ന മറുപടികൾ തരുന്നത് 1, 2, 3 വരികൾ മാത്രമുള്ള കാര്യമായിരുന്നു. ഈ എന്താണ് തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു പുതിയതായിട്ട് ഞാനും ജോയിയും കൂടെ ആലോചിച്ച് വികസിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടിരിക്കുന്നവർ അധികാരത്തിലേറുമ്പോൾ ഈ ബഹുജന സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആയിരിക്കുന്നവർ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കാൻ കയറിയാൽ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലേറുമ്പോൾ SFIയോ DYFIയോ ഒക്കെ പോലുള്ള സംഘടനകൾ ആ സമയത്ത് അവരെന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്തൊരു വലിയ പ്രശ്നത്തിൽ ചെന്നപ്പെടും. എന്ന് പറഞ്ഞാൽ സമരം ചെയ്ത് പ്രതിഷേധം അറിയിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അതേ സമയത്ത് അവർ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വലിയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ നിശബ്ദരായി പോവുക എന്ന് പറയുന്ന ഒരു വലിയ കുടുക്കി ചെന്നപ്പെടാറുണ്ട്. അത് ഇഷ്ടത്തിന് പുറത്താണ്. പക്ഷെ നമ്മൾക്കും മനസ്സിലാക്കേണ്ടതായ ഒരു പ്രശ്നമാണ് ഇതെങ്ങനെയാണ് മറികടക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ഉണ്ടാകുമ്പോൾ DYFIയോ SFIക്കോ ഒക്കെ സമരം തന്നെ ചെയ്യാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു നിരുത്സാഹത ഉണ്ടാകുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്നറിഞ്ഞു. അതിനകത്തൊരു തിയറട്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നതിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന, ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സൂക്ഷ്മ ലോകങ്ങളിലല്ലെങ്കിലും സംഘടനകൾ എന്നുള്ള നിലവാരത്തിൽ അവരനുഭവിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും അതിൻ്റെ ബഹുജന സംഘടനകളായിട്ട് നിൽക്കുന്നവർക്ക് അനുഭവിക്കുന്ന ഒരു ധർമ്മസങ്കടമാണിത്. അധികാരത്തിൽ വരുമ്പോൾ ഏത് തരത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ പോകണമെന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ഞാനും ജോയിയും ഈ വിഷയത്തെ ജനാധിപത്യത്തിൻ്റെ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇതൊക്കെ ആലോചിക്കാൻ ബാധ്യത വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയാണത് മറികടക്കുന്നത്? ഇപ്പം നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കുന്നവർ എങ്ങനെ ഇത് ചെയ്യും, എന്ത് ചെയ്യും ആ സമയത്ത് എന്ന് പറയുന്ന ആലോചനകളൊക്കെ വരികയും ചെയ്തു. അപ്പോൾ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ വിപ്ലവത്തിനുള്ള മുന്നോടിക്ക് നടത്തുന്ന അടവുപരമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഇലക്ഷന് നിൽക്കുക, പാർലമെൻറ്റിൽ പോവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ
രാജ്യത്തിൻ്റെ അധികാരത്തിലെത്തിച്ചേർന്ന് രാജ്യം തന്നെ മാറ്റി സോഷ്യലിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് ജനാധിപത്യത്തിനെ അവർ കണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഈ അധികാരത്തിൽ ജനാധിപത്യത്തിന് കയറി ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവനും കൂടെ ഒരു വിപ്ലവം നടത്തി പിടിച്ചെടുത്ത് റഷ്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ നടന്നതുപോലെ നടക്കാതിരിക്കുന്ന സമയത്ത് ഈ എക്സർസൈസസ് ജനസമ്മതമുള്ളയിടത്തും ജനകീയമായിരിക്കാനും ഒക്കെ വേണ്ടി ഇലക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അടവുപരം അതിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടാക്റ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. സ്ട്രാറ്റജിക്കലല്ല, തന്ത്രപരമല്ല. ആ സന്ദർഭത്തിനകത്ത് ഏറ്റവും ശരി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയും ജനങ്ങളുടെ സമ്മതയിൽ നിൽക്കുക എന്നതിനപ്പുറത്തോട്ട് അതിനെ എത്തിച്ചേരുന്നില്ല എന്നും ഈ സമയത്ത് ഈ ബഹുജന സംഘടനകൾ അധികാരത്തിലേറുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ആളുകളുടെ സമരവീര്യം പൊലിഞ്ഞു പോകും എന്ന് തോന്നുന്ന നിലവാരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടിണി മാറ്റുന്ന ഒരു പ്രവൃത്തി ചെയ്തു പോയാൽ ആളുകൾ യഥാർത്ഥത്തിൽ പ്രതിഷേധിച്ച് അധികാരം നേടുന്നിടത്ത് എത്തിച്ചേരുന്നതിന് പകരം ഇത്തരത്തിലുള്ള അതിനെങ്ങനെ അന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നക്കാപ്പിച്ചകൾ ഇട്ട് ഇല്ലാതാക്കി കളയുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള സമരവീര്യം തണുപ്പിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയായിട്ടാണ്, പരിഷ്കരണ പ്രവർത്തനങ്ങളായിട്ടാണ് കാണുന്നത് അത്തരത്തിലുള്ള ഏത് ആക്ടിവിറ്റി. ഈ തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കൊക്കെ അപ്പോൾ ഞാനൊക്കെ പലതരത്തിൽ ഈ തരത്തിലുള്ള ഇതൊരു ഒരു സൈദ്ധാന്തിക പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമൊന്നുമല്ല. ആളുകൾക്ക് ഇത് മറികടക്കുക എന്ന് പറയുന്നത് എളുപ്പവുമല്ല. അപ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ ഉന്നയിക്കുമ്പോൾ ഈ നിലവാരത്തിലുള്ള പ്രോബ്ലംസിൽ ചെന്നപ്പെടും. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുവായ ഒരു നിലപാടനുസരിച്ചിട്ടാണെങ്കിൽ തൊഴിലാളി വർഗ സംഘടനകളുടെ കെട്ടുറപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നടത്തേണ്ട സമരങ്ങളോ അല്ലെങ്കിൽ ലിംഗപരമായി നിൽക്കുന്ന വിവേചനങ്ങൾക്കെതിരെ നടത്തേണ്ട സമരങ്ങളോ ഒക്കെ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് മനുഷ്യർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ അത് ചെയ്യാതെ നിശബ്ദരായിരുന്നു പോകുന്ന ഒരവസ്ഥ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ബഹുജന സംഘടന അനുഭവിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിനകത്ത് ഈ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന ആക്ടിവിറ്റികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്ന നിലവാരത്തിൽ നമ്മൾ കുറേ അന്ന് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒന്ന്, ഈ കറപ്ഷനെതിരായിട്ടുള്ള യൂണിറ്റുകൾ രൂപപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 2 വിഭാഗമാണ്. NGO യൂണിയൻ എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകൾ തന്നെ. അവരുടെ മുൻകൈയിലൊരു എണ്ണം സംഭവിക്കേണ്ടതുണ്ട്. അത് ഭരണ സംവിധാനത്തിനകത്തിരിക്കുന്ന വിഭാഗം, അതേപോലെ തന്നെ ഭരണത്തിന് പുറത്തിരുന്ന് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ബഹുജന സംഘടനകൾ, യുവജനങ്ങളുടെ സംഘടനകൾ, ഇവർ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ള നിലവാരത്തിൽ അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റികളെ പറ്റി ആലോചിച്ചപ്പോൾ നമ്മൾ അന്ന് വികസിപ്പിച്ച ഒരെണ്ണമാണ് ഈ ഗവൺമെൻറ് പദ്ധതികൾ എന്ന് പറയുന്ന ആയിരക്കണക്കിന് പദ്ധതികൾ വരും. സത്യത്തിൽ അത് പഞ്ചായത്തോ അല്ലെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലോ ഒക്കെ ആയിരിക്കും അത് വരുന്നത്. പക്ഷെ ഇത് ജനങ്ങൾ അറിയാറില്ല എന്നുള്ളതാണ്. എന്നിട്ട് മിക്കവാറും ഈ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേര് മാത്രം അറിയുകയും ആ പദ്ധതികൾ മുഴുവനും ഒരിക്കലും ജനങ്ങളുടെ പൊതുബോധത്തിനകത്തേക്ക് വരാതെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എല്ലാ തവണയും ഈ ബഡ്ജറ്റ് പ്രകാരം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എവിടെ പോയി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത നിലവാരത്തിൽ അങ്ങ് അപ്രത്യക്ഷമായി പോകും. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പരിപാടി ആചരണമായി മാറുക എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിനൊന്നും കഴിയാതെ പോവുക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പദ്ധതികളെ പറ്റിയുള്ള അറിവ് നൽകുന്ന മേഖലകൾ വികസിപ്പിക്കണമെന്ന്. ഇപ്പം നമുക്ക് ഈ അക്ഷയ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പദ്ധതികളെ പറ്റി പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ തരത്തിലെ അസിസ്റ്റൻസ് കൊടുക്കുന്ന
ആളുകൾക്ക് പരാതികൾ പറയുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നതിനൊക്കെ വേണ്ടി വരുന്ന അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് നമുക്ക് അക്ഷയയൊക്കെ നിൽപ്പുണ്ട്. അതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറിവ് നൽകുന്ന ഇത്തരത്തിലുള്ള പദ്ധതികളെപ്പറ്റി അറിവ് നൽകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഈ ആളുകളെ അസിസ്റ്റ് ചെയ്യുന്ന, അതാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് സേവന മേഖലയിലായിട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പോയിട്ടോ വില്ലേജ് ഓഫീസിൽ പോയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കളക്ടറേറ്റിൽ പോയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തഹസീൽദാരുടെ ഓഫീസിൽ പോയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പദ്ധതികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതോ ഇനി അല്ല ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നത്, ഫോൺ ബില്ലടയ്ക്കുന്നത്, ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്ന അതിന് ഈ പറയുന്ന ബഹുജന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്ന ആദ്യമായിട്ട് നമ്മളത് കൊടുങ്ങല്ലൂർ ആരംഭിക്കുന്നുണ്ട്. അതിനെ ചുവട് പിടിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതാത് പ്രദേശത്തെ സംഘടനകൾക്ക് കഴിവുള്ള സംഘടനകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ മരം പിഴുത് കളയുന്ന യുക്തിക്കകത്ത് അക്കേഷ്യയൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ചതാണെന്നുള്ള പ്രചാരണം കൊണ്ട് അതൊക്കെ പിഴുത് കളയുന്നിടത്ത് എത്തുക അല്ലാതെ മരം വെക്കുക എന്ന് പറയുന്ന ഒരു യുക്തിക്കകത്തേക്ക് വരുന്നത് അതിനുവേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് അതിനുവേണ്ടി സംഘടനകൾ രൂപപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വർക്കും ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഈ പഞ്ചായത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ അന്ന് കൃഷിഭവനൊന്നും ആയിട്ടില്ല, എന്നാലും ആ കൃഷിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലുള്ള ആദ്യം ഈ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് ആയിട്ടിരുന്നവരുടെ ബ്ലോക്ക് ഓഫീസുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികൾ ഇതൊക്കെ വിത്ത് വിതരണം, ചെടി വിതരണം ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഇതൊക്കെ നമ്മളും ഇതുപോലെ വ്യാപകമായി പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ബഹുജന സംഘടനകളുടെ പൊതുബോധത്തിനകത്ത് കൊണ്ടുവരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ ഈ മാസിക ടേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പ്രവർത്തിച്ചിരുന്ന നമ്മൾ ഈ പുസ്തക പ്രസിദ്ധീകരണം ചെയ്യുന്ന സമയത്ത് 2 പുസ്തകം എന്നാൽ പൊതുവേ രാഷ്ട്രീയമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ കൊസാംബിയുടെ പുസ്തകങ്ങൾ, അതുപോലെ ദേവി പ്രസാദ് ചതോപാധ്യായുടെ പുസ്തകം, ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ ആളുകളുടെ പുസ്തകങ്ങൾ ഒരു വലിയ ചരിത്രബോധം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ 2 പേരുടെയും പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പ്രസിദ്ധീകരിക്കുന്നതിന് ഈ ചതോപാധ്യായുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ PO എന്ന പിള്ളയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ പോയി കൽക്കട്ടയിൽ പോയി കണ്ട് ഒരു 10,000 രൂപ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകത്തിൻ്റെയും കോപ്പിറൈറ്റ് വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബാക്കി പിൽക്കാലത്ത് ചിന്ത പബ്ലിഷേഴ്സിന് കൊടുക്കുകയാണ് ചെയ്തത്. എങ്കിലും അന്ന് അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന മേഖലയിലുള്ള ഓർഗനൈസേഷൻസ് രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പൊതുബോധം രൂപീകരിക്കുന്നതിന് ഞാൻ അന്ന് വ്യക്തിഗതമായി ചെയ്യുന്ന ഒരു പണിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കാവുന്ന കേരളത്തിനകത്ത് ഒരു 500 പേർക്ക്, നമുക്ക് അന്ന് ഈ സെറക്സ് ഒന്നുമില്ല, നമ്മളിന്ന് വിചാരിക്കുന്ന നിലവാരത്തിൽ ഫോട്ടോ കോപ്പി ഒന്നുമില്ല. പത്രത്തിനകത്ത് നമ്മൾ എഴുതിയാൽ പ്രസിദ്ധീകരിക്കാനൊക്കാത്ത അവർ എഡിറ്റ് ചെയ്ത് കളയുമോ അല്ലെങ്കിൽ ഒരു കത്തെഴുതിയാൽ പോലും അങ്ങ് പബ്ലിഷ് ചെയ്യത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തത്, 5 കോപ്പി കാർബൺ കോപ്പി എടുക്കും. അതായിട്ട് ഒരു 10-200 പേർക്ക് ആദ്യകാലത്ത് അയക്കുമായിരുന്നു. അത് അയക്കുക എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ മേക്കേഴ്സായിട്ടും രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാർക്ക് കത്തയക്കുക എന്ന് പറയുന്നതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനോട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് പോളിറ്റ് ബ്യൂറോ തൊട്ട് താഴെ ജില്ലാ കമ്മിറ്റി വരെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ബഹുജന സംഘടനകളുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഈ കുത്തിയിരുന്ന് അന്ന് ഫോട്ടോ കോപ്പി ഇല്ലാത്ത കാരണം കൊണ്ട് കാർബൺ പേപ്പറിനകത്ത് വെച്ചിട്ടാണ്
5 കോപ്പി വെച്ച് എഴുതി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കഠിനാധ്വാനമാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഒരു വിഷയത്തിനെ നമുക്ക് ഒരു പ്രസ്ഥാനത്തിൻ്റെ പൊതുബോധത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിത് തുടർന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ലേഖനം എഴുതിയാൽ, പത്രത്തിനകത്തോ മാസികയിലോ എഴുതിയാൽ, ശരിക്കും പറഞ്ഞാൽ എഡിറ്റേഴ്സ് അത് നമ്മൾ ഉന്നം വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു രണ്ടുമല്ലാത്ത ഒരു ലേഖനം പ്രസിദ്ധീകരിക്കും. അതൊരു കഷ്ടം പിടിച്ച ഒരവസ്ഥയായിരുന്നു. ഞാൻ പത്രത്തിനകത്തൊക്കെ എഴുതത്തില്ലെന്ന് തീരുമാനിക്കുന്ന സമയമാണ്. ഈ ഒരു പ്രവർത്തനം, ഞാൻ ഈ എഴുത്ത് ഒരു കാലത്ത് എഴുത്തെന്ന് പറയുന്നത് ഒരു മാസത്തിലൊരു എഴുത്തെഴുതുന്ന കാലം ഉണ്ടായിരുന്നു. അത് ഈ സെറക്സ് വന്ന സമയത്ത് അതിന് ശേഷം ഞാൻ അത് ഏറ്റവും കൂടുതൽ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അന്ന് 500 പേർക്ക് അയക്കാമെന്ന്. അതിനു മുമ്പ് ഈ 10-200 പേര് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട്, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വർക്കായിരുന്നു ചെയ്യുന്നതെങ്കിൽ അത് വികസിച്ച് ഒരു 500 പേർക്ക് ഈ കത്തെഴുതുന്ന ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ രൂപീകരണത്തിന് കഴിവുള്ളവർ, സാമൂഹ്യ പ്രവർത്തകരായിരുന്ന ആൾക്കാർക്ക് അയക്കും. അത് ആളുകളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, എത്രത്തോളം എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേഡ് ചെയ്യാനൊന്നും കഴിയുന്നില്ല. എങ്കിലും എന്നെ കാണുമ്പോഴെല്ലാം ആളുകൾ പിൽക്കാലത്ത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും, നിങ്ങളുടെ കത്ത് കിട്ടിയിരുന്നു, ഞാനത് വായിച്ച് ഇതിനോട് എനിക്ക് യോജിപ്പുണ്ട്, ചിലതിനോട് യോജിപ്പില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ഇഫക്റ്റീവായി വർക്ക് ചെയ്തു എന്നറിഞ്ഞുകൂടാ. എങ്കിലും അതൊരു വലിയ പ്രവർത്തനമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. അത് ഞാൻ ഇഫക്റ്റീവായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലങ്ങളുണ്ട്. ഇപ്പം ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എല്ലാ പാർട്ടി മെമ്പർമാരും എടുക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ പാർട്ടി അവിടെ ആരും വായിക്കത്തില്ല എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ പത്രം അവിടെ വായിക്കപ്പെടാതെ കിടക്കുന്നതാണ്. അല്ല, എതിരാളികൾ വായിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ, പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്നവർ വായിക്കുന്നുണ്ടാകത്തില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന, ഇപ്പോൾ മനോരമ പോലുള്ള പത്രത്തിനകത്ത് കാർട്ടൂൺസ് ഉണ്ടാവും. ഇപ്പം മാൻഡ്രേക്ക് ആയാലും ഫാൻഡം ആയാലും ഇതുപോലുള്ള സ്ട്രിപ്സ് ഉള്ള കാർട്ടൂൺ അടുത്ത ദിവസത്തേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന ഒരു സാധനം അവർ ഇടും. ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ സത്യത്തിൽ കുട്ടികൾ നോക്കുന്നവരായിട്ട് മാറുള്ളൂ. അത് വായിക്കുന്ന കുട്ടി തന്നെ ആയിരിക്കും അതിൻ്റെ മേളിലായിട്ട് സ്പോർട്സ് നോക്കുന്നവരായിട്ട് മാറുന്നതും അതിനുശേഷം അതിൻ്റെ മുൻവശത്തേക്ക് വരുന്ന കാര്യങ്ങൾ അവരുടെ പ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആകർഷിക്കപ്പെടുന്ന ഒരു പോയിന്റ് ആദ്യം വേണം, എങ്കിൽ മാത്രമേ വരുള്ളൂ. ഇതുപോലെ സ്ത്രീകളായിരിക്കുന്നവർക്ക് വായിക്കപ്പെടേണ്ടതായ കാര്യമുണ്ട്. വേറെ ഒന്നും തന്നെ ചിന്തിക്കാതെ വീടുകളിനകത്തിരിക്കുന്ന വീട്ടമ്മമാരെ നമ്മൾ വിളിക്കുന്നവരായിട്ട് അവരെ മാറ്റുമ്പോഴും ആ മാറ്റുന്ന ആൾക്കാരുടെ ഇഷ്ടങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ എഴുതപ്പെടേണ്ട പത്രമായിട്ട് ഇരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വീട്ടിനകത്ത് പ്രായമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന പത്രമായി മാറ്റണം എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കിങ്ങനെ എങ്ങനെയാണ് ഒരു പത്രം നടത്തേണ്ടത് എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരും പറഞ്ഞിട്ടൊന്നും അല്ലാതെ തന്നെ ഞാൻ ഒരുവിധമുള്ള എല്ലാ ഈ പാർട്ടി ഓഫീസുകളിലൊക്കെ എനിക്ക് അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം പോവും. അവിടെ പോകുമ്പോൾ ഞാൻ ഈ വിഷയം എടുത്തിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ഈ പത്രം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ട് ഇത് മുഴുവൻ കൂടെ ക്രോഡീകരിച്ച് ഞാൻ ഈ പോളിറ്റ് ബ്യൂറോ തൊട്ട് താഴെയുള്ള മുഴുവൻ പേർക്കും എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ കേരളത്തിനകത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളവർ ഏതെങ്കിലും അവർ സത്യസന്ധരമായി പറയുവാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കത്തുകളുണ്ടാകും എന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ഞാൻ അയക്കുമായിരുന്നു. ആ ഒരു വലിയ പ്രവർത്തനം, ഒരു പൊതുബോധ രൂപീകരണം ഇടതുപക്ഷത്തിൻ്റെ ബോധത്തിനകത്ത് രൂപപ്പെടുത്താൻ ആ സമയത്ത് ഇതൊരു ചെറിയ പ്രവൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ പോലും അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ആളുകൾ സംസാരിക്കുന്നതിനകത്തു നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത്, ഞാൻ അവസാനം പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് തൊഴിലില്ലായ്മയ്ക്ക് ഉത്തരവാദി ആര് എന്ന് പറഞ്ഞപ്പം രമേശ് ചെന്നിത്തല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പ്രസംഗിച്ച് വരുന്നുണ്ട്. 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞിട്ട് അവരിത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്.
ഒരു ഇതിനെതിരായിട്ടൊരു പ്രചാരണം എന്നുള്ള നിലവാരത്തിൽ ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉണ്ടായി വരുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തുന്ന ഈ ഒരു ഇതാണ്, ഒരു പ്രവർത്തനത്തിനകത്താണ് ശരിക്കും അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറുന്നത് ആ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് മറുപടി ഈ ഇടതുപക്ഷക്കാർ മിണ്ടുന്നില്ല. അപ്പോൾ ഞാനും ഭാസ്കരേന്ദ്ര ബാബുവും രഘുവൊക്കെ കൂടെ ചേർന്നിരുന്ന് എഴുതിയതാണ് തൊഴിലില്ലായ്മയ്ക്ക് ഉത്തരവാദി ആര് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയും കാര്യങ്ങളും കൊണ്ടാണ് ഇത് നടക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വിശദീകരിച്ചെഴുതിയ ഒരു ഇതാണ്, ഒരു ലീഫ്ലെറ്റാണ്. ആ ലീഫ്ലെറ്റ് 20,000 കോപ്പി അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് ശരിക്കും ഞാനത് അങ്ങ് കാസർഗോഡ് ഒന്ന് നടന്ന് ഇദ്ദേഹം വന്നതുപോലെ അവിടുന്ന് യാത്ര ചെയ്ത് നാട്ടിലുള്ളവർക്കെല്ലാം ഈ പോയ വഴി മുഴുവൻ കൊടുക്കുന്ന പണിയെടുത്ത് വരുന്നുണ്ട്. ഞാൻ കണ്ണൂരെത്തിയപ്പോൾ അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടിരുന്ന CKP പത്മനാഭനാണ്. അദ്ദേഹം പറഞ്ഞ് ഞാനിത് ഇവിടുത്തെ പാർട്ടി കോൺഗ്രസ്സിലെ സ്റ്റേറ്റ് കോൺഗ്രസ്സിനകത്ത് അന്നത്തെ പാർട്ടി സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയായിരുന്നു നടന്നിരുന്നത്. അവിടെ ഞാനിത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെച്ച് ഇവരെല്ലാവരും ഇത് വായിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായ ആൾക്കാർ ഇത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇതിങ്ങനെ കൊടുക്കണ്ട, ഇത് DYFI ഏൽപ്പിച്ചാൽ മതി, അവർ വിതരണം ചെയ്തോളും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ആ ബാക്കിയുള്ള കോപ്പികൾ 14,000 കോപ്പി ഞാൻ വിൽക്കാത്ത കോപ്പികൾ മുഴുവനും കൂടെ ഓരോ ജില്ലയിലും 1000 കോപ്പി വെച്ച് കൊടുക്കുന്നു. ആ കൊടുത്ത്, പക്ഷേ അത് ഞാൻ പെട്ടെന്ന് കൊടുത്ത് തീർക്കണമെന്ന് വിചാരിച്ചത് അവർ പക്ഷേ 1-2 വർഷം എടുത്തിട്ടാണ് കൊടുത്ത് തീർത്തത് എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊതുധാരയിലേക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഞാനാണെങ്കിൽ SFIയോ DYFIയിലോ ഒന്നും പ്രവർത്തിക്കാതാണ് ഞാൻ ഈ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനത്തെ ഒരു പാസ്റ്റ് എനിക്കില്ലല്ലോ. അപ്പോൾ ആ പാസ്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റാരും ചെയ്യാത്ത ചില മേഖലകളാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ 1986 തോന്നി ഈ ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ആണ് തുറന്നു കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് വലിയ ധ്രുവീകരണം ഉണ്ടാകുകയും അപകടം ഉണ്ടാകുന്നു. ഇന്ത്യക്കകത്ത് പൊതുവായിട്ട് അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്ന കാരണം കൊണ്ട് ഞാനന്ന് ഈ HD സംഗാലിയുടെ രാമായണം ചരിത്രപരമായി എന്ന് എഴുതുന്ന ഒരു പുസ്തകമുണ്ട്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് രാമായണം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റർ എടുത്ത് അയോധ്യ നേരും നുണയും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അടിച്ചു. അതും ഈ ന്യൂസ് പ്രിൻറ്റിനകത്ത് അടിക്കുന്നത്, ആൾക്കാർക്ക് പെട്ടെന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അത് ആ സമയത്ത് തൊട്ട് മുമ്പുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളം മുഴുവനും കൊണ്ടുവന്ന് നമ്മൾ വിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി മുൻകൈ എടുത്തിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പമാണ് ഞാൻ ഈ പറയുന്ന DYFIയുടെ മാസി എഡിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെത്തുന്നത്. ആ ചെയ്ത് അവിടുന്ന് അപ്പം ഈ കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും ഒക്കെ ആയ ആൾക്കാരെ സഹകരിപ്പിക്കാനും, അതുപോലെ തന്നെ ഈ മാസിക എന്ന് പറയുന്നത് അന്നത്തെ കണക്ക് പ്രകാരം തന്നെയാണ്ട് 28 ലക്ഷം യുവാക്കളുള്ള ഒരു സംഘടനയായിട്ടാണ് DYFI നിൽക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു സംഘടനയ്ക്കകത്ത് സത്യത്തിൽ അതിൻ്റെ അടിക്കുന്ന കോപ്പി എന്ന് പറയുന്നത് ഏതാണ്ട് 13,000-14,000 കോപ്പി അടിക്കുന്നുള്ളൂ. അപ്പം ഞാൻ തന്നെ പറയുന്നുണ്ട് ഇത്രയും യൂണിറ്റുകൾ ഇപ്പോൾ കേരളത്തിനകത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിൻ്റെ യൂണിറ്റിന് എടുത്താൽ തന്നെ നമുക്ക് ഒരു 50,000 കോപ്പിക്ക് മേടിക്കും. അപ്പോൾ വളരെ കുറച്ച് കോപ്പികളെ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെനിക്ക് പ്രശ്നമായിട്ട് ഞാനിത് സംസാരിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് പലപ്പോഴും ഞാനിത് കാണുന്നുണ്ട്. ഈ മാസിക അതിൻ്റെ റോള് വഹിക്കുന്നില്ല. ഒരു ഓർഗനൈസേഷന്
അതിൻ്റെ മുഖപത്രമായിട്ടിരിക്കുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിൽ വായിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് അത് ഏറ്റവും അതിൻ്റെ ഭാരവാഹികളെന്ന് പറയുന്നവരെങ്കിലും അത് വായിക്കപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലവാരത്തിൽ ഒരിക്കലും അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കപ്പെടുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അപ്പം EMSന് കത്തെഴുതുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തൊട്ട് ബഹുജന സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പറ്റിയും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സ്ഥിരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. EMSന് കത്തെഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയണ്ടേ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പോലും ആയിട്ട് ഇരുന്നത്. അതിനകത്തു നിന്ന് ചോദ്യങ്ങൾ രൂപപ്പെടുത്തി ചിന്തയിൽ പബ്ലിഷ് ചെയ്യും, അത് ഡിസ്കഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഓർഗനൈസേഷണലായിട്ടുള്ള ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞിട്ട് അതിനെപ്പറ്റി എല്ലാം കൂടെ വെച്ചിട്ട് വിമർശിച്ചിട്ട് ഞാനൊരു കത്തെഴുതുന്നു. ഈ കത്ത് അതിൻ്റെ കോപ്പി DYFIയുടെ സംഘടനകൾക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും EMSന് അയച്ചു കൊടുത്ത കത്ത് അദ്ദേഹം DYFIയുടെ അന്നത്തെ നേതാക്കന്മാരായിരിക്കുന്നവരായ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സംഘടനാപരമായി ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു പത്രം, മാസിക, ഇതൊക്കെ വളരെ കുറച്ച് കോപ്പി മാത്രം അടിക്കുകയും അതിന് വേണ്ടും വണ്ണം യാതൊരു തരത്തിലും പ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അയച്ച കത്താണല്ലോ. അപ്പോൾ ഇത് ചർച്ചയ്ക്കെടുത്ത്. അപ്പം ഞാൻ അവസാനം ഇതിനകത്ത് എഴുതുന്നുണ്ട്, ഞാനിങ്ങനെ ഇത് ഈ തരത്തിൽ മാറുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറയുന്നിടത്തെത്തും. അപ്പോൾ ആ കത്ത് ചർച്ചയ്ക്കെടുക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ചാർജായിട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹവും വന്ന് 14 ജില്ലയിലെ ഒരാളൊഴിച്ച്, എനിക്ക് തോന്നുന്നു കൃഷ്ണദാസ്, പാലക്കാടുള്ള കൃഷ്ണദാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവർക്ക് പകരം പിന്നെ കേന്ദ്ര കമ്മിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉള്ള ഒരു ചർച്ചയാണ്. ഇവർ ഇത്രയും പേരും എന്നെ വിമർശിച്ച്, ഞാൻ എന്ന് പറഞ്ഞാൽ EMSന് നേരിട്ട് കത്തെഴുതുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടാണ് അവരെല്ലാവരും കണ്ടത്. അതാണ് അതിനകത്തൊരു തമാശ എന്നത്. പാർട്ടിക്കകത്തുള്ള ഘടനാപരമായിട്ട് അങ്ങനെ ചെയ്തുകൂടാ. പക്ഷേ ആ തരത്തിൽ ഇത് മുഴുവനും പറഞ്ഞ് ഞാൻ രാജിവെച്ച് പോവുകയാണെങ്കിൽ പൊക്കൂ എന്നുള്ള നിലപാട് അവരെല്ലാവരും എടുത്തു. അവസാനം പിണറായി വിജയൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സഖാവിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പറയാനായിട്ടുള്ള ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വിമർശനത്തിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പിണറായി വിജയൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഏത് ഘടകത്തിലാണ് സഖാവുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ ചോദിച്ചു, എന്ത് ഘടകം? അല്ല, പാർട്ടിയിൽ ഏത് ഘടകത്തിലാണ്? അപ്പോഴാണ് ഞാൻ പാർട്ടി മെമ്പറല്ല. അപ്പോൾ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെന്ന് പറയുമ്പം എനിക്ക് വന്ന കേരളത്തിനകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പാർട്ടിയിലെ മെമ്പർ അല്ലാതിരിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നറിയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായി. നിശബ്ദതയുണ്ടായി. ഒരു 10 സെക്കൻഡിനകത്ത് പിണറായി വിജയൻ അത് മറികടന്നു. എന്നിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത്, ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ഒരാളെ DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഖാക്കൾ എന്തുമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടല്ലോ സഖാവ് പെരുമാറിയതെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ പറയണ്ട. കാരണം ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തത് കണ്ടിട്ടാണ് എന്നെ ഇവിടെ ഇട്ട് അവർ ക്ഷണിച്ചത്. അല്ലാതെ ഞാൻ പാർട്ടി മെമ്പറാണോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ ട്രസ്റ്റ്ഫുള്ളായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത് ഡിസ്കഷൻ വരികയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സഖാവ് അങ്ങനെ അത് പ്ലേസ് ചെയ്യരുത്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്ന മറുപടി പറയുന്നത് പോലെ പിണറായി വിജയൻ ഇത് നോക്കാനിരിക്കുന്ന ആൾ മോഡറേറ്ററായിട്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യ്, സഖാവ് തുടരുന്നുണ്ടോ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും ഞാൻ പോകണമെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി എന്നാൽ സഖാവ് പൊക്കോളൂ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോയെങ്കിൽ
പിന്നെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ മാസിക അവർ നിർത്തിക്കളഞ്ഞു. അങ്ങനെ കരുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നിന്ന് ഇപ്പം ഞാൻ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് ഉന്നയിക്കുന്നതെങ്കിൽ എന്നെ പുറത്താക്കേണ്ടി വരും. പുറത്താക്കാൻ ഞാൻ മെമ്പറല്ല. അപ്പോൾ യാതൊരു തരത്തിലും നടപടിയെടുക്കാൻ പറ്റാത്തടത്തായിപ്പോയി. അതെനിക്ക് തോന്നുന്നു കേരളത്തിനകത്തെ ഒരു ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അധികാരമായിട്ടുള്ള മേഖലകളിനകത്തിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ പാർട്ടി മെമ്പർ അല്ലാതായിരിക്കുക എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ആ ഒരു പ്രവർത്തനം നിൽക്കുന്നെങ്കിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലവാരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് തന്നെ തുടരുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് പിന്നീട് സംഭവിച്ചത്. കോൺഗ്രസ്സുകാരൊന്നും ശരിയല്ല എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെയാണത്. അതൊരു വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകാനായിട്ട് അത് കാരണമായി. അതുവരെ ചെയ്യാതിരുന്ന മേഖലകളിലെല്ലാം കടന്നു ചെല്ലുന്ന ഒരു മറ്റേത് നമുക്കിപ്പോൾ ഒരു ഇടതുപക്ഷ ബോധത്തിനകത്ത് നിന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മാത്രമേ അതുവരെ ചെയ്തിട്ടുള്ളായിരുന്നു, രാഷ്ട്രീയമായിട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റേജ് ഉണ്ടാക്കി ആളുകളെ അന്യപ്പെടുത്തി കളയരുത്, നമുക്ക് വട്ടത്തിലിരിക്കണം, അങ്ങനെ ആളുകൾ തമ്മിലൊരു ഇൻട്രാക്റ്റീവായിട്ട് തോന്നണം എല്ലാ വിഭാഗത്തിനും.